ബാങ്കുകളും വൻകിട സ്ഥാപനങ്ങളും ട്രേഡിങ്ങിനെ പറ്റി നിങ്ങളോട് പറയാത്ത ചില രഹസ്യങ്ങളുണ്ട്. നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് പഠിച്ച സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇൻഡിക്കേറ്ററുകൾ എന്നിവയെല്ലാം കളിയുടെ ഒരു ഭാഗം മാത്രമാണ്. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ട്രേഡിംഗ് സമൂഹത്തിലെ ഭൂരിഭാഗം പേരും ശ്രദ്ധിക്കാത്ത വിപണിയുടെ ആ ഒരു ഘടനയെ കുറിച്ചിട്ടുള്ള പുതിയൊരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്നതോടെ മിക്കപ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതെന്നും പ്രൊഫഷണലായിട്ട് വിപണിയെ എങ്ങനെയാണ് കാണുന്നതെന്നും നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്ത ഒരു നല്ല എൻട്രി പോയിന്റ് കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അതൊരു പ്രധാന സപ്പോർട്ട് ലെവലായിരിക്കും. അവിടെ നിങ്ങൾ ഒരു ബൈ ഓർഡർ എടുക്കുകയും സ്റ്റോപ്പ് ലോസ് ആ ഒരു സപ്പോർട്ട് ലെവലിന് തൊട്ട് താഴെ വെക്കുകയും ചെയ്യുന്നു. കാഴ്ചയിലെല്ലാം തികഞ്ഞ ഒരു ട്രേഡായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷെ പെട്ടെന്നൊരു വലിയ ചുമന്ന ക്യാൻഡിൽ രൂപപ്പെടുന്നു. അത് നിങ്ങളുടെ സപ്പോർട്ട് ലെവലും കടന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത ശേഷം അടുത്ത നിമിഷം തന്നെ മുകളിലേക്ക് റോക്കറ്റ് പോലെ കുതിക്കുന്നു. നിങ്ങൾക്ക് പണം നഷ്ടമായി, പക്ഷെ മാർക്കറ്റ് നിങ്ങൾ പ്രവചിച്ച ദിശയിൽ തന്നെയാണ് പോകുന്നത്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും, ആരോ നിങ്ങളെ മനഃപൂർവ്വം കളിയിൽ നിന്ന് പുറത്താക്കിയതല്ലേ. തീർച്ചയായിട്ടും ഇതൊരിക്കലും നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ലോകത്തെമ്പാടുമുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൽ ഭൂരിഭാഗവും ഇതേ ഒരു അവസ്ഥ നേരിടുന്നുണ്ട്. യൂറോപ്പിലെ സാമ്പത്തിക റെഗുലേറ്റർ ആയിട്ടുള്ള ESMA പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം CFD പോലെയുള്ള സങ്കീർണമായിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ ട്രേഡ് ചെയ്യുന്ന 74 മുതൽ 89% പേരും റീറ്റെയിൽ വ്യാപാരികൾക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട്. ട്രേഡിംഗ് കമ്മ്യൂണിറ്റികളിൽ ഈ ഒരു കണക്ക് 95% വരെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ പഠിച്ച ടെക്നിക്കൽ അനാലിസിസ് തെറ്റിയത് കൊണ്ടാണോ? പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായിരിക്കില്ല. നിങ്ങൾ ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കണ്ടിരിക്കുക. അതിനപ്പുറം ചില കാര്യങ്ങൾ കൂടി മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് മിക്കവാറും യാദൃശികമല്ല. അതൊരു വലിയ കളിയുടെ ഭാഗമാണ്. ബാങ്കുകളുടെയും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുടെയും സ്മാർട്ട് മണി എന്ന് നമ്മൾ വിളിക്കുന്ന ആ ആൾക്കാരാണ് അവരുടെ ഭീമമായിട്ടുള്ള ഓർഡറുകൾക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി കണ്ടെത്താൻ ശ്രമിക്കുന്നതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഫലമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ബാങ്കിന് 1 ലക്ഷം കോടി രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ ഒറ്റയടിക്ക് ഒരു ഓർഡർ മാർക്കറ്റിൽ ഇട്ടാൽ പെട്ടെന്ന് ആ സ്റ്റോക്കിന്റെ വില കുതിച്ച് മുകളിലേക്ക് വരും. അപ്പോൾ അവർക്ക് വലിയ പൈസയ്ക്ക് ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ അവർ കുറഞ്ഞ വിലയിൽ ആ സ്റ്റോക്ക് വാങ്ങാൻ എന്ത് ചെയ്യും? ധാരാളം ആളുകൾ ഒരേ സമയം ആ സ്റ്റോക്ക് വിൽക്കാൻ തയ്യാറാകണം. ഇവിടെയാണ് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ വ്യാപാരികൾ അറിയാതെ ഈ ചിത്രത്തിലേക്ക് വരുന്നത്. നമ്മളിൽ പലരും ഒരേ തരം ടെക്നിക്കൽ അനാലിസിസ് രീതികളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേപോലെയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾക്ക് താഴെയായിട്ട് ലക്ഷക്കണക്കിന് സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ, അതായത് സെൽ ഓർഡറുകൾ ഒരുമിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഓർഡറുകളുടെ കൂട്ടത്തെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സ്മാർട്ട് മണിക്ക് വേണ്ടതും ഈ ഒരു ലിക്വിഡിറ്റി തന്നെയാണ്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങണമെങ്കിൽ ഒരുപാട് പേർ വിൽക്കണം. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം വിലയെ മനഃപൂർവ്വം താഴേക്ക് കൊണ്ടുവന്ന് ഈ സ്റ്റോപ്പ് ലോസുകളെല്ലാം ഒരുമിച്ച് ഹിറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന ഒരു ഓമന പേരിട്ട് വിളിക്കുന്നത്. ഇത് നിങ്ങളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു നീക്കമല്ല, മറിച്ച് വലിയ ഓർഡറുകൾക്ക് ലിക്വിഡിറ്റി ആവശ്യമായതുകൊണ്ട് സംഭവിക്കുന്ന മാർക്കറ്റിലെ ഒരു സ്വാഭാവിക പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു സപ്പോർട്ട് ലെവൽ കാണുമ്പോൾ സ്മാർട്ട് മണി ഒരുപക്ഷെ അതിന് താഴെയായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ ഒരു ലിക്വിഡിറ്റി ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. പരമ്പരാഗത രീതികൾ പ്രവചനാതീതമാകുമ്പോൾ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ ലക്ഷ്യം നേടാൻ ഇത് എളുപ്പമാർഗമാകും. അപ്പോൾ എന്താണ് ഇതിനൊരു വഴി? ഈ ഒരു പ്രശ്നത്തെ നമ്മളെ എങ്ങനെ അവോയ്ഡ് ചെയ്യും? ബാങ്കുകളെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കുക. അവർക്കെതിരെ ട്രേഡ് ചെയ്യുന്നതിന് പകരം അവരുടെ നീക്കങ്ങൾ കൂടി മനസ്സിലാക്കി ഒപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. ഇതിനായിട്ട് സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു വിശകലന രീതിയെ നമുക്ക് പരിചയപ്പെടാം. ഇത് ബാങ്കുകൾ ഉപയോഗിക്കുന്ന രഹസ്യമൊന്നുമല്ല, മറിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ റീറ്റെയിൽ വ്യാപാരികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു ആശയമാണ്. ഈ ഒരു ആശയം അനുസരിച്ച് വിപണി പലപ്പോഴും ഒരു സൈക്കിളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനെ നമുക്ക് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. ഒന്നാമത്തെ ഘട്ടത്തിൽ അക്യുമുലേഷൻ ആണ്. ഈ ഘട്ടത്തിൽ മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ ഇങ്ങനെ ശാന്തമായിട്ട് മുന്നോട്ട് പോകും. വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവില്ല. ഈ സമയത്ത് സ്മാർട്ട് മണി തങ്ങളുടെ വലിയ ഓർഡറുകൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ച് വിലയിൽ വലിയ ചലനങ്ങളൊന്നും ഇല്ലാതെ പതിയെ പതിയെ വാങ്ങിക്കൂട്ടുകയോ അല്ലെങ്കിൽ വിറ്റ് മാറുകയോ ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഘട്ടമാണ് മാനിപ്പുലേഷൻ. അക്യുമുലേഷൻ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് മണി അവരുടെ യഥാർത്ഥ നീക്കത്തിന് മുൻപായിട്ടുള്ള ഒരു വ്യാജ നീക്കം നടത്തുന്നു. അവർക്ക് മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ ആദ്യം വിലയെ ശക്തമായിട്ട് താഴെ കൊണ്ടുവരും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലിക്വിഡിറ്റി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ്. അക്യുമുലേഷൻ റേഞ്ചിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചവരെ പുറത്താക്കാനും വിലയിടുന്നത് കണ്ട് പുതിയ വിൽപ്പനക്കാരെ ആകർഷിക്കാനും ഈ ഒരു നീക്കം സഹായിക്കും. അപ്പോൾ സ്മാർട്ട് മണിക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള സെൽ ഓർഡറുകൾ ഇവിടെ ലഭിക്കുകയും ചെയ്യും. അപ്പോ ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി കിട്ടിക്കഴിഞ്ഞാൽ സ്മാർട്ട് മണി വിപണിയെ അവർ ലക്ഷ്യം വെച്ച ദിശയിലേക്ക് അതിവേഗം കൊണ്ടുപോകും. സ്റ്റോപ്പ് ലോസ് നഷ്ടപ്പെട്ടവരും തെറ്റായ ദിശയിൽ ട്രേഡ് എടുത്തവരും നോക്കി നിൽക്കെ മാർക്കറ്റ് മുകളിലേക്ക് കുതിക്കും അല്ലെങ്കിൽ താഴേക്ക് വീഴും. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വലിയ ട്രെൻഡുകൾ ഉണ്ടാവുന്നത്. അടുത്ത ഘട്ടമാണ് ഡിസ്ട്രിബ്യൂഷൻ. വിപണി ഒരുപാട് ദൂരം സഞ്ചരിച്ച ശേഷം സ്മാർട്ട് മണി ലാഭം എടുക്കാൻ തുടങ്ങും.
അവർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയവയെല്ലാം ഉയർന്ന വിലയ്ക്ക് വിൽക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. ഈ ഒരു മുന്നേറ്റം കണ്ട് ആകർഷിതരായ പുതിയ റീറ്റെയിൽ വ്യാപാരികൾ വാങ്ങാൻ തുടങ്ങുമ്പോൾ ബേസിക്കലി നമ്മുടെ ഫോമോയിലുള്ള ആൾക്കാരാണ് ഈ ഒരു ഏരിയയിൽ വരിക. സ്മാർട്ട് മണി തങ്ങളുടെ കൈവശമുള്ള എല്ലാ ഷെയറുകളും പതിയെ പതിയെ വിറ്റുമാറും. അതിനുശേഷം ഈ ഒരു സൈക്കിൾ വീണ്ടും ആവർത്തിക്കും. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ചാർട്ടുകളെ നോക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ട്രേഡിംഗ് രീതി തന്നെ മാറിയേക്കും. ആ ഒരു വിറ്റുമാറുന്ന അവസ്ഥ കൂടി നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയും അതിനുശേഷമാണ് മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പൊസിഷൻ കൂടി കൺഫേം ചെയ്യാൻ കഴിയും. നമുക്ക് ചാർട്ടിലെ ഒരു ഉദാഹരണം നോക്കാം. നോക്കൂ, ഈ ഭാഗത്ത് മാർക്കറ്റ് കുറെ സമയമായിട്ട് ഒരു റേഞ്ചിനുള്ളിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ഏരിയ ആണ് നമ്മൾ അക്യുമുലേഷൻ എന്ന ഒരു ഘട്ടമായിട്ട് കണക്കാക്കുന്നത്. സാധാരണ ട്രേഡർമാർ ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ വരച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോ പെട്ടെന്ന് ഒരു വലിയ ക്യാൻഡിൽ ആ ഒരു സപ്പോർട്ട് തകർത്ത് താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച ഒരുപാട് പേർ ഈ ഒരു കളിക്ക് പുറത്തായി. ഇതാണ് മാനിപ്പുലേഷൻ അഥവാ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അടുത്ത നിമിഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. വില അതിവേഗം തിരികെ കയറി മുമ്പത്തെ റേഞ്ചിന് മുകളിലേക്ക് കുതിച്ചു. ആ ഒരു ലെവൽ കട്ട് ചെയ്ത് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ആയിട്ട് മുകളിലേക്ക് പോയി. ഇതാണ് മാർക്കപ്പ് ഘട്ടം അഥവാ യഥാർത്ഥ നീക്കം. ഈ ഒരു മാനിപ്പുലേഷൻ നീക്കം ആരംഭിച്ച ആ ഒരു പോയിന്റ്, ഒരു വലിയ ക്യാൻഡിലിന്റെ തുടക്കം എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? SNC ആശയപ്രകാരം അതിനെയാണ് ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. സ്മാർട്ട് മണിയുടെ വലിയ ഓർഡറുകൾ വന്ന സ്ഥലമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഭാവിയിൽ വില വീണ്ടും ഈ ലെവലിൽ എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നീക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ആശയം പിന്തുടരുന്നവരാണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ആശയങ്ങളെല്ലാം നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് അറിയാമായിരുന്ന ഒരു ഇൻഫർമേഷൻ ആണോ? ട്രേഡിംഗിന്റെ മറ്റൊരു വശം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന വീഡിയോകളിൽ ഓർഡർ ബ്ലോക്കുകൾ എങ്ങനെ കണ്ടെത്താമെന്നും എൻട്രി എവിടെ എടുക്കാമെന്നും എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിക്കാം. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ട്രേഡിംഗിൽ തുടർച്ചയായിട്ട് നഷ്ടം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാകണമെന്നില്ല. നിങ്ങൾ പഠിച്ച പരമ്പരാഗത രീതികൾ വിപണിയുടെ പൂർണ്ണ ചിത്രം നൽകിയിരിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട്, മാർക്കറ്റിലെ വലിയ ചലനങ്ങൾക്ക് പിന്നിൽ ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളുമാണ്. അവരുടെ വലിയ ഓർഡറുകൾക്ക് ലിക്വിഡിറ്റി ആവശ്യമാണ്. ഇത് പലപ്പോഴും റീറ്റെയിൽ വ്യാപാരികൾ വയ്ക്കുന്ന സ്റ്റോപ്പ് ലോസ് ഏരിയകളിലാണ് കാണപ്പെടുന്നത്. മൂന്നാമതായിട്ട്, ഈ ലിക്വിഡിറ്റി കണ്ടെത്താനായിട്ട് നടക്കുന്ന അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ സൈക്കിൾ മനസ്സിലാക്കുന്നത് കെണികൾ ഒഴിവാക്കി സ്മാർട്ട് മണിയുടെ നീക്കങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ നമ്മളെ സഹായിക്കും. ഇനി നിങ്ങൾ ഒരു ചാർട്ട് തുറക്കുമ്പോൾ വെറുതെ ലൈനുകളും പാറ്റേണുകളും നോക്കാതെ പിന്നിലെ യഥാർത്ഥ കഥ വായിക്കാൻ ശ്രമിക്കുക. ലിക്വിഡിറ്റി എവിടെയാണ്? സ്മാർട്ട് മണി അടുത്തായിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ ഒരു സാധാരണ 95% ട്രേഡർമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അതോടെ നിങ്ങൾ മാർക്കറ്റിലെ ഇര എന്നതിലുപരി കളി മനസ്സിലാക്കുന്ന ഒരു കളിക്കാരനായിട്ട് മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ട്രേഡിംഗിനെ ഗൗരവമായിട്ട് കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.